സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 12ാമത്തെ ദശകം 8ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വെച്ചു. ഇവർ പറഞ്ഞതായിട്ടുള്ള കഥാഭാഗം, വരാഹസ്വരൂപത്തെ സ്വീകരിച്ചിട്ട് ഭഗവാൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിമിംഗലങ്ങൾ, മുതലകൾ, തിരമാലകൾ, 3 സംഗതിയാണ് അവിടെ പറഞ്ഞത്. ബ്രാഹ്മ്യ തിമിംഗില കുലം, കലുഷോർമിമാലം എന്ന് പറഞ്ഞാൽ തിരമാലകൾ, വെള്ളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ, സങ്കുല നക്ര ചക്രം മുതലകളും കൂടി അതിലേക്ക് ഇറങ്ങി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃഷ്ടികൾ തിരയുകയാണത്, ഭൂമിയെ തിരയുകയാണ്. അങ്ങനെ ഭൂമിയെ അന്വേഷിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. തുടർന്നാവട്ടെ ദൃഷ്ട്വാഥ 9ാമത്തെ ശ്ലോകം. ദൈത്യ ഹതകേന രസാതലാന്തേ സംവേഷിതം ജഡിതി കൂടകിടിർവിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഹേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാസലീലം. ഇവിടെ ഹേ വിഭോ എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. 2ാമത്തെ വരിയിലെ ലാസ്റ്റ് കൂടകിടിർ വിഭോ, ഹേ വിഭോ. പിന്നെ പറയണ കൂടകിടി, കിടി എന്ന് പറഞ്ഞാൽ പന്നി നടത്താണ്. കൂടകിടി, കള്ള വേഷം ധരിച്ച പന്നി. കള്ളപ്പന്നി എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് പറയാൻ പാടുമെന്ന് വെച്ചില്ല. എന്തായാലും അങ്ങനെയാണ് സംഗതി. ശരിക്കുള്ള പന്നിയല്ലല്ലോ എന്നർത്ഥത്തിൽ നോക്കുമ്പോഴേ, ശരിക്കുള്ള പന്നിയല്ല. അതുകൊണ്ടാണ് കൂടകിടി. മലയാളത്തിലേക്ക് ആക്കിയ കുറച്ച് അബദ്ധവും അർത്ഥം. എന്താർത്ഥം? കള്ളപ്പന്നി. കള്ളവേഷം കെട്ടിയതായിട്ടുള്ള പന്നി തന്നെയാണ് ഈ കള്ളപ്പന്നി. എന്നൊരാളെ വിളിച്ചാൽ ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. കാരണം ഭഗവാന്റെ പേരാണ് കള്ളപ്പന്നി. ശരിക്കും പറയാത്ത അത് തെറ്റൊന്നുമില്ല. പന്നിയുടെ മുമ്പിൽ 2 അക്ഷരം ചേർത്തു എന്നേ ഉള്ളൂ. അത് സംഗതായ അർത്ഥമാണോ അതിനും? ശരിക്കുള്ള പന്നിയല്ലല്ലോ. ഒരാളെ കള്ളപ്പന്നി എന്ന് വിളിച്ചാൽ അവതാരത്തിലത്തെ പേര് വിളിച്ചു എന്ന് കൃഷ്ണാരാമ വിളിച്ച പോലെ വിചാരിച്ചാൽ മതി എന്നാണ്. അതും ഭഗവാന്റെ പേരാണ്. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി. സഹസ്രനാമത്തിൽ മഹാവരാഹോ പന്നി. മലയാളത്തിലേക്ക് എന്താ? പന്നി. ആ പേരുണ്ട്. പന്നി എന്ന് പറയാൻ പേടിക്കൊന്നും വേണ്ട. അതിലൊക്കെ പന്നി എന്ന് പറയാൻ പേടിയാണ്. എന്താ പേടിക്കണം? വരാഹം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ട് നേട്ടമൊന്നുമില്ലല്ലോ. അത് അങ്ങ് തന്നെയല്ലേ ആവുള്ളൂ. അതുകൊണ്ട് പന്നി എന്ന് ഭഗവാന്റെ പേരുണ്ട്. വരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി. ശാസ്ത്രനാമത്തിലടക്കം പറഞ്ഞിരിക്കണം. ഏതായാലും കൂടകിടി എന്നാണ് ഇവിടെ പ്രയോഗിച്ചതായിട്ടുള്ള ഭാവം. കിടി പന്നി, കൂടകിടി കള്ളവേഷം ധരിച്ചതായിട്ടുള്ള അങ്ങ് എന്ത് കണ്ടു? ദൈത്യഹതകേന രസാതലാന്തേ സംവേഷിതാം വസുധാം ദൃഷ്ട. വസുധ ഭൂമിക്ക് വേറൊരു പേര്. എല്ലാ ഐശ്വര്യങ്ങളും തരുന്ന ആളാണ് ഭൂമി. അർത്ഥത്തിലാണ് വസുധ. വസുധാം ദൃഷ്ട. ആ ഭൂമിയെ കണ്ടിട്ട്. എങ്ങനത്തെ ഭൂമി? ഭൂമിക്ക് അവിടെ ഒരു വിശേഷമുണ്ട്. ദൈത്യഹതകേന രസാതലാന്തേ സംവീക്ഷിതം വസുധാം. അങ്ങനത്തെ ഭൂമിയാണ്. ദുഷ്ട അസുരനാൽ, ദൈത്യഹതകേന, ആ ദൈത്യനാൽ, അസുരനാൽ, അസുരാധമനാൽ എന്ന് പറയാം. ദൈത്യഹതകേന സംവേശിതാം, കൊണ്ടുവയ്ക്കപ്പെട്ട, വിന്യസിക്കപ്പെട്ട എന്നും പറയാം. വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവയ്ക്കുക. ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക വാക്കാണ് വിന്യസിക്കുക. സൈന്യത്തെ വിന്യസിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഒരു സ്ഥലത്തേക്ക് ആക്കി, അത്രയേ ഉള്ളൂ അർത്ഥം വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ. ആരാണ് വിന്യസിച്ചത്? ദൈത്യൻ, അസുരൻ. സംവേശിതാം, വിന്യസിക്കപ്പെട്ട, സ്ഥാപിക്കപ്പെട്ട, ഇരുത്തപ്പെട്ട, അവിടെ ഇരിക്കാൻ ആജ്ഞാപിക്കപ്പെട്ട. സംവേശിതാം ആരാൽ? ദൈത്യഹതകേന, ദുഷ്ടദൈത്യനാൽ സംവേശിത ആവപ്പെട്ട ഭൂമി വസുധാം. എവിടെയാണ്? രസാതലാന്തേ. രസാതലം എന്ന് പറഞ്ഞിട്ടുള്ള അധോലോകമാണ്.
അതല വിതല മഹാതല തലാതല രസാതല പാതാളങ്ങളെ മൊത്തത്തിൽ അധോലോകങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ രസാതലം കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. പാതാളത്തിൻ്റെ തൊട്ട് മീതെ ആയിട്ട് നിൽക്കണ ഒരു ലോകം എന്നർത്ഥം. എന്തായാലും ഭൂമിക്ക് മുകളിലല്ല, താഴെയാണ്. രസാതലാന്തേ സംവേശിതാം, രസാതലത്തിൽ വിന്യസിക്കപ്പെട്ട ആരാൽ? ദുഷ്ടദൈത്യനാൽ. ദൈത്യകഥകേന രസാതലാന്തേ സംവേശിതാം വസുധ. അങ്ങനത്തേതായിട്ടുള്ള വസുധയെ എന്തു ചെയ്തു? ഇനി കാണേണ്ട ആവശ്യമില്ല, കണ്ടെത്തിയില്ലോ. അന്വേഷണം കഴിഞ്ഞു, കണ്ടെത്തിയപ്പോൾ പൊന്തിച്ചു. അതധ, ഉദ്ധരിച്ചു. എന്തുകൊണ്ട്? തേറ്റ കൊണ്ട്. തൻ്റെ ശക്തമായിട്ടുള്ള തേറ്റ കൊണ്ട് കിഴങ്ങുകളൊക്കെ ഇങ്ങോട്ട് പറിക്കും പന്നി ഇല്ലേ? വാഴയുടെ കിഴങ്ങും വാഴയുടെ കുടം എന്നാ പറയുക നമ്മൾ. അതൊക്കെ ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് ഇളക്കാൻ ഒരു പ്രയാസമില്ല. കൈക്കോട്ടുകൊണ്ടോ അലാങ്കോണ്ടോ പിക്കാക്സ് കൊണ്ടോ നമ്മൾ ചെയ്യണ പരിശ്രമം പോലും പന്നിക്ക് വേണ്ട. അത്ര ഈസി ആയിട്ട് ഭൂമിയുടെ അടിയിലുള്ളതിനെ പൊന്തിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് പന്നി. അതിവിടെ പ്രകടിപ്പിച്ചു. ദംഷ്ട്രാങ്കുരേണ വസുധാം അതത, പൊന്തിച്ചു. അതത, പൊന്തിച്ചു. പൊക്കിയെടുക്കുന്നതിനാണ് അതത എന്ന് പറയുക. ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം വസുധ. ദുഷ്ടര അസുരനാൽ രസാതലത്തിൽ വിന്യസിക്കപ്പെട്ട, കൊണ്ടുവയ്ക്കപ്പെട്ട വസുധാം ദംഷ്ട്രാങ്കുരേണ അതത, തേറ്റ കൊണ്ട് പൊന്തിച്ചു. എങ്ങനെ? സലീലം, കളിയായിട്ട്. ഇതൊരു വിനോദം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പന്തൊക്കെ തട്ടിക്കളിക്കണ പോലെ. അടുത്ത ലോകത്തിൽ ഒരു മുത്തങ്ങപ്പുല്ല് ഒരു പന്നിയുടെ മുഖത്തുണ്ടായാൽ എന്താ ഉണ്ടാവുക? അറിയണേ ഇല്ലയോ? അതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. ഭീമാകാരം സ്വീകരിച്ചതായിട്ടുള്ള വരാഹത്തിൻ്റെ തേറ്റയുടെ മുകളിൽ ഈ ഭൂമി മുത്തങ്ങപ്പുല്ലായിട്ട് ശോഭിച്ചു. അത്രയേ ഉള്ളൂ. സലീലം, കളിയായിട്ട്. ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം വസുധ ദൃഷ്ട്വ, ഭൂമിയെ കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ദംഷ്ട്രാങ്കുരേണ സലീലം മദത, ദംഷ്ട്ര കൊണ്ട് കളിയായിട്ട് പൊക്കി എടുത്തു. ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടിതി കൂടക്കിടിർ വിഭോത്വം, എടുക്കപ്പെട്ട കള്ളസ്വരൂപത്തോടു കൂടിയ പന്നി സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അങ്ങ്. അപ്പം എന്തുണ്ടായി? ഒരു കാര്യം കൂടി അവിടെ പറയണ്ട. ആപാതുകാനവിഗണയ്യ, ചില അസുരന്മാർ ഹിരണ്യാക്ഷൻ്റെ വശം സൈഡ് ചേർന്നിട്ടുണ്ടാവും. ഹിരണ്യാക്ഷൻ്റെ ഭാഗത്ത് ചേർന്ന് ഭഗവാനെ എതിർക്കാൻ വന്നു. ഞങ്ങളുടെ യജമാനൻ്റെ ഭൂമി തൊടാൻ ഹേ പന്നിയായിട്ടുള്ള വിഷ്ണു എന്നാണ്, നീ ആരാണ്? ഏതിൻ്റെ കൂട്ടത്തിലും ആളുണ്ടാവുമല്ലോ, ദുഷ്ടന്മാരുടെ കൂട്ടത്തിലും ആളുണ്ടാവും. അപ്പം ആ ഹിരണ്യാക്ഷൻ്റെ പക്ഷക്കാർ ആയ ചില സുരാരിഖേടാൻ, സുരൻ അസുരന്മാർ, സുരാരി എന്ന് പറഞ്ഞ അസുരന്മാർ, സുരൻ ദേവന്മാരാണ്. ആ ദേവന്മാരുടെ ശത്രുവാണ് അസുരന്മാർ, സുരാരി അസുരന്മാർ. ഹിരണ്യാക്ഷൻ്റെ ഭാഗത്ത് ചേർന്നതായിരിക്കുന്ന ചില സുരാരികൾ, അസുരന്മാർ പാഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് എടുത്ത് അവരെ പുല്ലുപോലെ അവഗണിച്ചു. അതൊന്നും ഭഗവാനൊരു വിഷയമേ അല്ല. നായ്ക്കൾ കുരയ്ക്കുമ്പോൾ സിംഹത്തിന് വല്ല പേടിയുണ്ടോ? നായ്ക്കൾ പേടിച്ചിട്ടാവും കുരയ്ക്കുന്നത്. ആ കുര കേട്ടാൽ തന്നെ അറിയാൻ പേടിച്ചിട്ടാണ് കുരയ്ക്കുന്നത്. സിംഹത്തിൻ്റെ അടുത്ത എവിടെയും വരാൻ അവർക്ക് ധൈര്യമില്ലാതെ ദൂരത്ത് നിന്നിട്ടേ കുരയ്ക്കുള്ളൂ. അതുപോലെ കരുതി ആ എതിർപ്പിനെ അവിഗണയ്യ, അവഗണിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുക. അവഗണിക്കുക അല്ലേ? വായ്ക്ക് വള്ളി ഉണ്ടാവില്ല, നായ്ക്ക് വള്ളിയിടും. അവഗണിക്കുക. ഇത് നേരത്തെ വെച്ചാൽ അവിഗണയ്യ. ചിലതൊക്കെ സംസ്കൃതത്തിൽ അങ്ങനെ ഒരു തിമിംഗിലം, തിമിംഗലം എന്നാണ് അതിന്, തിമിംഗിലം. അവിഗണയ്യ, അവിഗണയ്യ. ആപാതുകാൻ, ആക്രമിക്കാൻ വരുന്ന അസുരന്മാരെ, സുരാരി കേടാൻ അവരെ പുല്ലുപോലെ
അസുരന്മാരെ പുല്ലുപോലെ അവഗണിച്ച് ഒട്ടും വകവയ്ക്കാതെ ദംഷ്ട്രാങ്കുരേണ സലീലം വസുധ മദത, തൻ്റെ ദംഷ്ട്ര കൊണ്ട് കളിയായിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. അടുത്തത് അപ്യുദ്ധരൻ അതതരാം ദശനാഗ്നലഗ്നമുത്താങ്കുരാങ്കിത ഇവാതിക പീവരാത്മാ ഉദ്ധൂതഘോരസലില ജലധേരുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാൻ. ഇവിടെ സംബോധന ക്രീഡാവരാഹവപുരീശ്വര, അവസാനത്തെ വരി സംബോധനയും രോഗത്തിന് രക്ഷിക്കണം. അപ്പോൾ ബാക്കി 3 വരിയുടെ അർത്ഥമേ പറയാനുള്ളൂ. പിന്നെ എന്ത് ചെയ്തു? അപ്യുദ്ധരൻ അതതരാം, ധര ഭൂമി, എന്തൊക്കെ പേരായി? വസുധ, വസുന്ധര, അവനി, ഭൂമിയുടെ പര്യായ പൃഥിവി, ഒക്കെ ഭൂമിയുടെ പര്യായങ്ങൾ. ഇവിടെ ധര, ധരാം, ആ ഭൂമിയെ ഉദ്ധരിച്ചിട്ട്, അതാ ധരാം അപ്യുദ്ധരൻ, ഭൂമിയെ ഉദ്ധരിച്ചിട്ട് ദശനാഗ്രലഗ്നമുസ്താംഗരാങ്കിത ഇവാദിക പീവരാത്മാ. ഒരു മുത്തങ്ങ പുല്ല് ഒരു പന്നിയുടെ തേറ്റയുടെ മുകളിൽ ഒട്ടിയിരുന്നാൽ അത് കാണും കൂടിയില്ല സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ. ഓ, അത്ര വലിയ ശരീരമാണ്. ഇവിടെ പന്നി കുട്ടിയൊന്നുമല്ല, അവതരിച്ചപ്പോഴേ കുട്ടിയിൽ മഹാവരാഹമായിട്ട് മാറിയിരിക്കണു. അത്രയും വലിയ സ്വരൂപം എടുത്തിട്ടേ ഭൂമിയെ ബന്ധിക്കേണ്ടേ ചെറിയ വരാഹത്തിന് പറ്റുമോ? അപ്പം അതിന് എത്ര വലുപ്പം പോകണോ അത് കണക്കാക്കിയിട്ടാണ് ഭഗവാൻ ശരീരം വലുതാക്കിയിരിക്കണമെന്നർത്ഥം. അത്ര വലിയ വരാഹ സ്വരൂപം കൊണ്ട് മുസ്താംഗരാങ്കിത, മുത്തങ്ങ കഷായം വയ്ക്കും. പണ്ടതൊരു മരുന്നാണ്, ഒരു തരം പുല്ലാണ്. കിഴങ്ങ് പറിച്ചെടുത്ത അടിയിൽ കിഴങ്ങുള്ള ഒരു പുല്ലിനെയാണ് മുത്തങ്ങ പുല്ല് എന്ന് പറയുക. പണ്ടൊരു ഔഷധമായിരുന്നത്. മുത്തങ്ങ കഷായം വയ്ക്കും, പലതിനും നല്ലതാണ്. അങ്ങനത്തെ മുത്താങ്കുരാങ്കിത, അങ്കിതം പതിച്ച മുത്തങ്ങ പുല്ല് ഒരു തേറ്റയിൽ പതിഞ്ഞാൽ പന്നിയെ സംബന്ധിച്ച് അത് എത്ര ചെറുതാവും? സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റും. അതേപോലെ ഈ ഭൂമി ഒരു മുത്തങ്ങ പുല്ലായിട്ട് ശോഭിച്ചു ഭഗവാന്റെ സ്വരൂപത്തിലെന്നാണ്. ആ തേറ്റയുടെ മോളെ അധിക പീവരാത്മാ, എന്താ അത് കാണിക്കണം? അത്ര വർദ്ധിച്ച ശരീരമാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് മുത്തങ്ങ പുല്ല് പോലെ ഭൂമി കാണപ്പെട്ടത്. പീവരാത്മാ, തടിച്ച വലിയ സ്ഥൂലമായ ശരീരമുള്ളവൻ. ഉദ്ധൂതഘോരസലില ജലധേരുദഞ്ചൻ, അങ്ങനെ ജലങ്ങൾ ഈ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇളകി മറിയാൻ തുടങ്ങി. ഉദ്ധൂതഘോരസലിലാറ്റ്, ഇളകി ഇങ്ങനെ മറിയുക. നിശ്ചലമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ശരീരം വെള്ളത്തിലേക്ക് പതുവെന്നാണ് ചാടിക്കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ കിടന്നങ്ങോട്ട് മറിയും ഇല്ലേ? ഒരു ആനയൊക്കെ ഉണ്ട് വെള്ളത്തിൽ വീണാൽ എന്താ ഉണ്ടാവുക? മൊത്തം ഇളകി മറിഞ്ഞ പോലെ ഈ പ്രളയജലം ഇളകി മറിഞ്ഞു. ഉദ്ധൂത ഘോരസലിലാറ്റ്, അപ്രകാരം ഇളകി മറിയുന്ന ജലത്തിൽ നിന്ന് പൊന്തി വരികയും ചെയ്തു. ഭൂമിയെ പൊന്തിച്ച് വന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ക്രീഡാവരാഹോപരീശ്വര, കളിയായിട്ടെടുക്കപ്പെട്ട വരാഹ സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ എൻ്റെ രോഗത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധമാണ് അടുത്ത ദശകത്തിൽ വർണ്ണിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.